Dear students, this is our first chapter from our physics. The chapter name is electricity. It's very simple chapter and very easy one. You can expect more question as problems from this chapter. Let us start. Electricity ആണ് നമ്മുടെ chapter. First of all, we want to know about ഇൻസുലേറ്റേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്. ഇലക്ട്രിസിറ്റി നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഇൻസുലേറ്റേഴ്സ് എന്താണ്, കണ്ടക്ടേഴ്സ് എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടാവണം. വാട്ട് ഈസ് കണ്ടക്ടേഴ്സ്? കണ്ടക്ടേഴ്സ് മീൻസ് വിച്ച് passes electric current through it. What are insulators? Insulators means which will not pass electric current. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യും. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കൂടി ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാത്ത സബ്സ്റ്റൻസ് ആണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. കണ്ടക്ടേഴ്സിന് ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ടല്ലോ. വി ഹാവ് ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ഫോർ കണ്ടക്ടേഴ്സ്. ഓൾ മെറ്റൽസ് ലൈക്ക് കോപ്പർ, സിൽവർ, അലുമിനിയം എക്സെട്ര ആർ കണ്ടക്ടേഴ്സ്. ഇൻസുലേറ്റേഴ്സ് മീൻസ് റബ്ബർ, പ്ലാസ്റ്റിക്, ഡ്രൈ വുഡ്, ഇതൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. Then what is the basic difference between conductors and insulators that we are going to discuss? As a conductor, now I will take aluminium. In periodic table, we can see that aluminium at 13th position. The atomic number of the aluminium is 13th. നമ്മൾ പഠിച്ച സംഭവമാണ് 9th ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഏതൊരു മെറ്റീരിയലും ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റംസ് യൂസ് ചെയ്തിട്ടാണ്. ആ ആറ്റത്തിനകത്ത് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ആ ആറ്റത്തിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോട്ടോൺസിൻ്റെ നമ്പറാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോൺസിൻ്റെ നമ്പർ എത്രയാണോ അതുതന്നെ ആയിരിക്കും അതിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ നമ്പർ ഉണ്ടാവുക. അപ്പോൾ അലുമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 13 എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് കണ്ടെയ്ൻ 13 പ്രോട്ടോൺസ് ആൻഡ് 13 ഇലക്ട്രോൺസ്. Therefore, we can draw its electronic configuration, or we can write its electronic configuration as 283. 2 means it is the number of electrons included in K shell. 8 means it is the number of electrons in L shell. It is the number of electrons in M shell, KLM shells. We can draw its Bohr structure as like this. This is the nucleus. ന്യൂക്ലിയസ് കണ്ടെയ്ൻ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ അല്ലേ. ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഉണ്ടാവുക. ദ ഫസ്റ്റ് ഷെൽ ദാറ്റ് ഈസ് കോൾഡ് കെ ഷെൽ. കെ ഷെൽ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് കണ്ടെയ്ൻ 2 ഇലക്ട്രോൺസ്. ഇറ്റ് ക്യാൻ ഓൺലി ഓക്യുപ്പൈ 2 ഇലക്ട്രോൺസ്. ദെൻ അറൗണ്ട് ദിസ് ദ നെക്സ്റ്റ് ഷെൽ ഇറ്റ് കണ്ടെയ്ൻ 1 2 3 4 5 6 7 and 8. Then the last shell of the aluminum contain 1 2 3. ഇതിലേക്ക് നിങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് ആ ലാസ്റ്റ് ഷെല്ലിനെ കുറിച്ച് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഒന്ന് പറയാം, ലാസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. മറ്റൊന്ന് പറയാം, മറ്റുള്ള ഷെല്ലുകളിലേക്കുള്ള ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലാർജ് ഡിസ്റ്റൻസ് ആണ് അല്ലേ. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് കുറവാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് അതിനേക്കാൾ കൂടും, ഇവിടുന്ന് ഇങ്ങോട്ട് അതിനേക്കാൾ ഹൈ ആണ്. ഈ ന്യൂക്ലിയസ് ആണല്ലോ ഈ ഓരോ ഇലക്ട്രോൺസിനെയും ഹോൾഡ് ചെയ്ത് പിടിച്ചു വെച്ചിട്ടുള്ളത്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവാണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഓപ്പോസിറ്റ് ചാർജസ് ആയതുകൊണ്ട് തന്നെ ആ ന്യൂക്ലിയസ് ഓരോ ഇലക്ട്രോണിനെയും അട്രാക്റ്റ് ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുക. ബട്ട് ലാസ്റ്റ് ഷെല്ലിലോട്ട് പോകുമ്പോൾ എന്താ ഉണ്ടാവുക? The force of attraction between the nucleus and last shell electron reduces because of the distance. ഈ ഡിസ്റ്റൻസ് കൂടിയത് കാരണം, ന്യൂക്ലിയസിൽ നിന്ന് ലാസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടിയത് കാരണം ആ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് കുറവായിരിക്കും. Therefore, such electrons are very free. സച്ച് ഇലക്ട്രോൺസ് ക്യാൻ മൂവ് ത്രൂ ദ മെറ്റീരിയൽ. ആ മെറ്റീരിയലിൽ കൂടി, അതായത് അലുമിനിയം എന്ന് പറയുന്ന മെറ്റീരിയലിൽ കൂടി ആ ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകും. ദെർഫോർ ദ ലാസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് ബേസിക്കലി കോൾഡ്, ഇൻ ദ കേസ് ഓഫ് മെറ്റൽസ് ഓർ ഇൻ ദ കേസ് ഓഫ് കണ്ടക്ടേഴ്സ്, ദ ലാസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫ്രീ ഇലക്ട്രോൺസ്. E minus means free electrons.
ഇ മൈനസ് എന്നിട്ടുള്ളത് ഫ്രീ ഇലക്ട്രോൺ എന്നുള്ളത് മീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇ മൈനസ് ഇലക്ട്രോൺ, ഇ മീൻസ് ഇലക്ട്രോൺ, മൈനസ് മീൻസ് ഇറ്റ്സ് ചാർജ്, ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ ഈ ലാസ്റ്റ് ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോൺസ് ആണ് ഫ്രീ ഇലക്ട്രോൺ. സത്യം പറഞ്ഞാൽ ഈ കണ്ടക്ടേഴ്സിനകത്ത് ഈ ഫ്രീ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് അത് ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സ് പാസസ് ഇലക്ട്രിസിറ്റി, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് എക്സാമ്പിൾ ഈസ് പ്ലാസ്റ്റിക് ഓർ ആൻഡ് അതർ നോൺ മെറ്റൽസ്. പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ചില നോൺ മെറ്റൽസിനൊക്കെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നുണ്ടാവുക. ദ ഇൻസുലേറ്റേഴ്സ് നെവർ കണ്ടെയ്ൻ ഫ്രീ ഇലക്ട്രോൺസ്. ഇൻസുലേറ്റേഴ്സിൽ എന്തില്ല എന്നാൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല എന്നുള്ളതാണ്. നോ ഫ്രീ ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെയാണ് ഇൻസുലേറ്റേഴ്സ് കനോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബട്ട് കണ്ടക്ടേഴ്സ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇൻസുലേറ്റേഴ്സും കണ്ടക്ടേഴ്സും തമ്മിലുള്ള ബേസിക് റീസൺ അല്ലെങ്കിൽ ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്, കണ്ടക്ടേഴ്സ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും, ഇൻസുലേറ്റേഴ്സ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല എന്നുള്ളതാണ്. ഇനി കണ്ടക്ടേഴ്സ് എന്തുകൊണ്ടാണ് ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ഫ്രീ ഇലക്ട്രോൺസ്. ഇനി നമ്മൾ ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ. ഈ സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സോഡിയം ക്ലോറൈഡ് മീൻസ് NaCl. Electricity will passes through the sodium chloride solution. That means here there is no electrons or other things, but here contain free ions. ഇവിടെ ഇലക്ട്രോൺ അല്ല, അതായത് നമ്മളിപ്പോൾ ഈ കണ്ടക്ടേഴ്സിൽ പറഞ്ഞ പോലുള്ള ഇലക്ട്രോൺസ് അല്ല സോഡിയം ക്ലോറൈഡിലുള്ളത്. സോഡിയം ക്ലോറൈഡിൽ കൂടി കറണ്ട് കണ്ടക്ട് ചെയ്യാനുള്ള കാരണം അതിനകത്ത് ഫ്രീ അയോൺസ് ഉണ്ട്. അപ്പോൾ അയോൺസ് എന്ന് പറയുമ്പോൾ ചാർജുള്ള പാർട്ടിക്കിൾസാണ്. ഒക്കെ നമ്മൾ 9th പഠിച്ചതാണ് അയോൺസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അതായത് സോഡിയം എന്ന് പറയുന്നൊരു പോസിറ്റീവ് അയോണായിട്ട് മാറും, ക്ലോറിൻ എന്നുള്ളതൊരു നെഗറ്റീവ് അയോണായിട്ട് മാറും. അങ്ങനെ സോഡിയം ക്ലോറിൻ എന്ന് പറയുന്ന 2 അയോൺസ് കമ്പൈൻ ചെയ്തിട്ടാണ് NaCl ഉണ്ടാവുന്നത്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിനകത്ത് എന്ത് വേണം? ഫ്രീ ഇലക്ട്രോൺസ് വേണം. ഇനിയിപ്പോൾ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, ബട്ട് അതിനകത്ത് എന്തുണ്ടാകും? ഫ്രീ അയോൺസ് ഉണ്ടാകും. ദോസ് ഫ്രീ അയോൺസ് ആർ റെസ്പോൺസിബിൾ ടു കണ്ടക്ട് ദ ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള ബേസിക് റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് കണ്ടെയ്ൻ ഫ്രീ ഇലക്ട്രോൺസ് ഓർ ഇറ്റ് കണ്ടെയ്ൻ ഫ്രീ അയോൺസ്. ബേസിക്കലി നമുക്കൊരു കാര്യം പറയാം, ഫ്രീ ഇലക്ട്രോൺസ് ഓർ ഫ്രീ അയോൺസ്, ദാറ്റ് മീൻസ് ചാർജസ്. രണ്ടും ചാർജാണ്. ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ അയോൺസ് എന്ന് പറയുമ്പോൾ ചാർജാണ്. ചാർജ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതായത് നമ്മളിപ്പോൾ മാസ് എന്ന് പറയുന്ന പോലെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ജസ്റ്റ് ഒരു ബാലൻസിലെടുത്ത് നമ്മളതിനെ തൂക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മാസ് കിട്ടും. നമുക്ക് മാസ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങോട്ടുള്ളൊരു ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യാൻ പറഞ്ഞാൽ വി ഗെറ്റ് ദ ലെങ്ത്ത്. അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. എന്ന പോലെ തന്നെയുള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ചാർജ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് ക്യൂ. ക്യൂ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക, ചാർജ്. നമ്മൾ കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിലേക്കുള്ളതാണ് ചാർജ്. ഫസ്റ്റ് ഓഫ് ഓൾ we have a conductor. Just consider this is a conductor. A conductor contains so many free electrons. Free electrons means charges, free charges. Electrons means negative charge ആണല്ലോ അല്ലേ, നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് സോ മെനി ഫ്രീ ചാർജസ്. ഫ്രീ ഇലക്ട്രോൺസ് അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് അതിനകത്ത് ഫ്രീ ചാർജസ് ഉണ്ടെന്നാണ്. ഈ ഫ്രീ ചാർജസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇ മൈനസ് എന്നിട്ടുള്ളത് അതിലുള്ള ഫ്രീ ചാർജസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫ്രീ ഇലക്ട്രോൺസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഒരു കണ്ടക്ടറിനെ ജസ്റ്റ് ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക. ഒരു ബാറ്ററിയെ നമ്മളിങ്ങനെ ആട്ടോ റെപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത സംഭവമായിരിക്കും. ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ്, പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ്. ബാറ്ററിയും സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ബാറ്ററി എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു ഫസ്റ്റ് സംഭവം കാണുന്നുണ്ട്, ഇതിന് നമ്മൾ സെല്ലെന്നാണ് പറയാം. ഇതും സെല്ലെന്നാണ് പറയുക. അങ്ങനെ 2 സെല്ല് നമ്മൾ കമ്പൈൻ ചെയ്താൽ കിട്ടുന്നതാണ് ബാറ്ററി.
ഇപ്പോൾ നമ്മൾ സാധാരണ ക്ലോക്കിലൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലോക്കിലൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ ക്ലോക്കിൽ അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെല്ലാണ്. ഒറ്റൊന്നല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ. അങ്ങനെ 2 സെല്ല് നമ്മൾ കമ്പൈൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ബാറ്ററി എന്നാണ് പറയുന്നുണ്ടാവുക. ടോർച്ചിലൊക്കെ കാണാൻ പറ്റുമല്ലോ 2 സെല്ലുകളൊക്കെ ഇട്ട്. ഇനിയിപ്പോൾ 3 സെല്ലാണെങ്കിൽ അതിനെ നമ്മൾ ബാറ്ററി എന്ന് തന്നെ പറയാം കേട്ടോ. ഇനി ഈ സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വി ആർ കണക്റ്റഡ് കീ മീൻസ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. അതായത് അതിലൊരു പിസ്റ്റൺ ഉണ്ടാകും, അത് പ്രസ് ചെയ്ത് വെക്കാം, അതിനവിടുന്ന് ഊരിയെടുക്കാം. പ്രസ് ചെയ്ത് വെക്കുമ്പോൾ അത് സർക്യൂട്ട് വർക്കാവും, ഊരിയെടുക്കുമ്പോൾ സർക്യൂട്ട് വർക്കാവില്ല, സർക്യൂട്ട് ബ്രേക്ക് ആവും. നമ്മൾ ഇവിടെ ഒരു ബൾബിനെയും കൂടെ കണക്ട് ചെയ്യാണ്. ബൾബിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഒരു റൗണ്ടിൽ ഇതാ ഇങ്ങനെ ചെയ്താൽ ഇതാണ് ബൾബ്. ഓക്കെ, ഒരു ബൾബിനെ നമ്മൾ എങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഇഷ്ടം പോലെയുള്ള ഒരു കണ്ടക്ടർ. ഇവിടെ നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു കീ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇലക്ട്രോൺസ് ആർ നെഗറ്റീവ് ചാർജ്ഡ്. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള സംഭവം. Those electrons will move towards the positive side of the battery. ഇലക്ട്രോൺസ് എന്താ ചെയ്യുകയെന്നറിയോ? നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലോട്ട് മൂവ് ചെയ്യും. ബിക്കോസ് ഇറ്റ് ഈസ് നെഗറ്റീവ് ചാർജ്ഡ് വൺ, ഇറ്റ് ഈസ് പോസിറ്റീവ് ചാർജ്ഡ് വൺ. therefore ഇലക്ട്രോൺസ് മൂവ് ടുവേർഡ്സ് ദ പോസിറ്റീവ് സൈഡ്. അങ്ങനെ ഇലക്ട്രോൺസ് പോസിറ്റീവ് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ അറ്റ് ദ പോസിറ്റീവ് സൈഡ് ബിക്കം ഇൻക്രീസ്. ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് കോൾഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. Electric potential at the positive side become increase. It represents electric potential increases where at positive side. Why? Electrons will become move towards the positive side through the conductor. At the same time, the negative side become low electric potential because all the electrons will get repelled from the negative side. ഈ സൈഡിൽ നിന്ന് ഇവിടെയുള്ള എല്ലാ ഇലക്ട്രോൺസിനെയും റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് ഒന്നും അങ്ങോട്ട് വരില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താ ചെയ്യുന്നുണ്ടാവുക? റെഡ്യൂസ് ചെയ്യും. യു ലിസൺ ഹിയർ. അറ്റ് ദിസ് എൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിക്കം ഹൈ. അറ്റ് ദിസ് എൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിക്കം ലോ. ദിസ് ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഈസ് റെസ്പോൺസിബിൾ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതാണ് പോയിൻ്റ്. ആ പോയിൻ്റ് ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടാങ്ക് ഉണ്ട്. ടാങ്ക് മീൻസ് നമ്മൾ വെള്ളമൊക്കെ സേവ് ചെയ്ത് വെക്കുന്ന ടാങ്ക് ഉണ്ട്. ഈ 2 ടാങ്കും ഇരിക്കുന്നത് സെയിം ഹൈറ്റിലാണെന്ന് കരുതുക. സെയിം ഹൈറ്റാണ്. 2 ടാങ്കും ഇരിക്കുന്നത് സെയിം ഹൈറ്റാണ്. 2 ടാങ്കിലും സെയിം ഹൈറ്റിലാണ് വെള്ളമുള്ളത്. 2 ടാങ്കിലും സെയിം ഹൈറ്റിലാണ് വെള്ളമുള്ളത്. ഞാൻ ഈ ഫസ്റ്റ് ടാങ്കിൽ നിന്ന് സെക്കൻഡ് ടാങ്കിലേക്കൊരു പൈപ്പ് ഞാനിങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വാൾവ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വാൾവ് ജസ്റ്റ് ഓപ്പൺ ആക്കി. ഈ ടാങ്കിൽ നിന്ന് ഈ ടാങ്കിലോട്ട് വെള്ളം ഒരിക്കലും ഫ്ലോ ചെയ്യില്ല, കാരണം രണ്ടും ഒരേ ഹൈറ്റിലാണ് വാട്ടർ ഉള്ളത്. ഞാനൊരു കാര്യം ചെയ്യും, വാൾവ് ഇവിടെയുള്ളൊരു വാൾവ് ഉണ്ട്, അത് വാൾവ് വീണ്ടും ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഇതിൽ ഇതിൽ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫില്ല് ചെയ്യാണ്. ഫുള്ളായിട്ട് ഞാൻ ഫില്ല് ചെയ്യാണ്. വാട്ടർ ഇതിനകത്ത് ഫുള്ളായിട്ട് ഞാൻ ഫില്ല് ചെയ്യാണ്. ഇനി ഞാൻ ആ വാൾവ് ജസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവുക? The water will become flows from this tank to this one. എന്തുകൊണ്ടാണ് വാട്ടർ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാനുള്ള കാരണം എന്താ? ഹിയർ ദ വാട്ടർ ലെവൽ ഈസ് ഹൈ, ഹിയർ ദ വാട്ടർ ലെവൽ ഈസ് ലോ. therefore we can say the water will flow from high region to low region. that means high water level to low water level. വെള്ളം ഹൈ വാട്ടർ ലെവലിൽ നിന്നും ലോ വാട്ടർ ലെവലിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അതേപോലെ വിൻഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നുണ്ട്? നമ്മുടെ കയ്യിലൊരു ബലൂണുണ്ട്. ഒരു ബലൂൺ, ഫോർ എക്സാമ്പിൾ ഒരു ബലൂണായിട്ട് ജസ്റ്റ് വിചാരിക്കും, ഒരു ബലൂണുണ്ട്. ഈ ബലൂണിനെ ജസ്റ്റ് നമ്മൾ ബ്ലോ ചെയ്യണം. ബ്ലോ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ വലുതായി വരും. ഊതി വീർപ്പിച്ച് ബലൂണിനെ നമ്മൾ നന്നായിട്ട് ഊതി വീർപ്പിച്ച്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബലൂണിനെ ഊതി വീർപ്പിച്ച് ഞാൻ അതിൻ്റെ മൗത്ത് ജസ്റ്റ് പിടിവിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇതിനകത്തുള്ള എയർ കംപ്ലീറ്റ് പുറത്തോട്ട് പോകും. എന്താ റീസൺ? ഇവിടെ നമ്മൾ എയർ ഹൈ പ്രഷറാണ്. ഇവിടെ നല്ല പ്രഷറിൽ എയർ ഇവിടെ ഉണ്ട്. ഇവിടെ പ്രഷർ കുറവാണ്. അപ്പോൾ എയർ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക? ബലൂണിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട്. ദാറ്റ് മീൻസ് ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. പ്രഷർ കൂടിയ റീജിയനിൽ നിന്നും പ്രഷർ കുറഞ്ഞ റീജിയനിലോട്ടാണ് എയർ ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്തൊരു സംഭവം ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിലും വി നീഡ്
എ ഹൈ റീജിയൻ ആൻഡ് എ ലോ. ഒരു ഹൈ പൊസിഷൻ, ദാറ്റ് മീൻസ് ഒരു ഹൈ എന്ന് പറയുന്ന ഒരു സംഭവം വേണം, ഒരു ലോ എന്ന് പറയുന്ന ഒരു സംഗതിയും വേണം. അതേപോലെ തന്നെയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ആയിട്ട് വേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഹൈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ലോ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് വേണ്ടത്. അങ്ങനെ ഹൈ ഇലക്ട്രിക് പൊട്ടൻഷ്യലും ലോ ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബാറ്ററി കണക്റ്റ് ആക്കിയിട്ടുള്ളത്. ഞാൻ വെറുതെ ചുമ്മാ ഒരു വയറെടുത്ത് ജസ്റ്റ് ഇങ്ങനെ കണക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കണക്ഷൻ കൊടുത്തു, ഞാൻ നേരത്തെ ഇവിടെ ഒരു ബൾബൊക്കെ കണക്ട് ചെയ്തു, ഇവിടെ ഒരു കീ ഒക്കെ വെച്ചു, ഇലക്ട്രിക് കറണ്ട് ഇതിൽ കൂടി ഫ്ലോ ചെയ്യില്ല. കാരണം ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ ആവണം, ഇവിടെ ലോ പൊട്ടൻഷ്യൽ ആവണം, അപ്പോഴാണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് വൺ സൈഡ് ബിക്കം ഹൈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് അതർ സൈഡ് ബിക്കം ലോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഹൈ ഇലക്ട്രിക് പൊട്ടൻഷ്യലും ലോ ഇലക്ട്രിക് പൊട്ടൻഷ്യലും എങ്ങനെയാണ് കിട്ടിയത്? ബിക്കോസ് ഇലക്ട്രോൺസ് ഫ്ലോസ് ടുവേർഡ്സ് ഹിയർ, അല്ലേ? ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്തുകൊണ്ടല്ലേ ഇവിടെ ഹൈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയത്. ഇലക്ട്രോൺ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ ലോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ് ആണല്ലേ, ഇലക്ട്രോൺസ് മീൻസ് ചാർജസ്. Therefore, we can give a definition for electric current, that is the amount of charge flowing through a particular area of cross section in unit time. അപ്പോൾ ഇലക്ട്രിസിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്, the amount of charge ഇലക്ട്രിസിറ്റിയെ ഡിഫൈൻ ചെയ്യാട്ടോ, the amount of charge flowing through a particular area of cross section in unit time. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ കൂടി, എന്ത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിപ്പോൾ ഒരു കണ്ടക്ടർ നമ്മളിങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ കൂടി ഇവിടെ കുറേ ഇലക്ട്രോൺസ് ഉണ്ടാവും, ഇവിടെ ഒരു പർട്ടിക്കുലർ ഒരു ഭാഗം ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണ്. ഇവിടെ ആ ക്രോസ് ചെയ്യുന്ന ഭാഗത്തു കൂടെ എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ എന്ന് പറഞ്ഞാലും മതി കേട്ടോ, എന്നാലും അതിൻ്റെ മാർക്ക് നമുക്ക് വീഴും. പക്ഷെ എന്നിരുന്നാലും ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ പർട്ടിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻ യൂണിറ്റ് ടൈം. അതായത് ഇപ്പോൾ നമ്മളൊരു കണ്ടക്ടറാണ്, ആ കണ്ടക്ടറിൽ ഞാൻ ഇവിടെ വലിയൊരു ഭാഗം ഇങ്ങനെ ക്രോസ് ചെയ്യാണ്. ആ ക്രോസ് ചെയ്ത ഭാഗത്തു കൂടി എത്ര ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ടൈമിൽ, അതിനെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഐ ആണ് കേട്ടോ. ഐ ഈസ് ദ ലെറ്റർ റെപ്രസെൻറ്റിങ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലെറ്റർ ഐ ആണ്. ഐ എന്ന് പറയുന്ന ലെറ്ററാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ദ എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോയിങ് ത്രൂ എ പർട്ടിക്കുലർ ഏരിയ എന്ന ചാർജിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യാന്ന് പറഞ്ഞത്? ക്യൂ. ദെർഫോർ ഐ ഈസ് ഈക്വൽ ടു പർട്ടിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻ യൂണിറ്റ് ടൈം എന്നാ അല്ലേ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ കൊടുക്കുക? ക്യൂ ബൈ ടി. ഇതാണ് ഇലക്ട്രിക് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്താണെന്നൊന്നും കൂടെ പറയാൻ ഞാൻ, ഒരു കണ്ടക്ടറിൽ ഇഷ്ടംപോലെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചാർജാണ്. ആ ചാർജസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് അവിടെ കറണ്ട് ഉണ്ടാവുക. അതായത് ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് ഒരു ഭാഗം ഹൈ പൊട്ടൻഷ്യലാകും, മറുഭാഗം ലോ പൊട്ടൻഷ്യലാകും. ഹൈ പൊട്ടൻഷ്യലിൽ നിന്നും ലോ പൊട്ടൻഷ്യലിലോട്ട് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും. അതായത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ആദ്യമായി കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യേണ്ടത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് പാസ് ചെയ്ത് കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് കറണ്ട് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു കണ്ടക്ടർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടി കറണ്ട് ഒരിക്കലും പാസ് ചെയ്യില്ല. കാരണം ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നില്ല. ഇലക്ട്രോൺസ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവിടെ ബാറ്ററി കണക്ട് ചെയ്യണം. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗം ഹൈ ഇലക്ട്രിക് പൊട്ടൻഷ്യലാകും, മറ്റേ ഭാഗം ലോ ഇലക്ട്രിക് പൊട്ടൻഷ്യലാകും. ദെർഫോർ ഇലക്ട്രിക് കറണ്ട് വിൽ പാസസ് ഫ്രം ഹൈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ റീജിയൻ ടു ലോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ.
പിന്നെ കറണ്ടിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ക്യൂ എന്ന് വന്നത്? ക്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജാണ്. ചാർജ് എന്ന് പറയുമ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്ന ചാർജ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യണു. അപ്പോൾ I ഈസ് ഈക്വൽ ടു ഇക്വേഷൻ കൊടുക്കുക Q/T. ഇതാണ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മളിപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫോർ എവറി ക്വാണ്ടിറ്റി ഇൻ ഫിസിക്സ് ദർ ഇസ് എ യൂണിറ്റ്, അല്ല അതിനൊക്കെ ഒരു യൂണിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ബേസിക്കായിട്ട് നമുക്കൊരു യൂണിറ്റും കൊടുക്കാൻ എളുപ്പമാണ്. ചാർജിൻ്റെ യൂണിറ്റാണ് കൂളംബ്. ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. അപ്പോൾ ഇത് നമുക്ക് കൂളം പെർ സെക്കൻഡ് എന്ന് എഴുതാം. കൂളം പെർ സെക്കൻഡ്. 1 കൂളം പെർ സെക്കൻഡിനെ നമ്മൾ വിളിക്കണ മറ്റൊരു പേരാണ് 1 ആംപിയർ. ആംപിയർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. ആ പേരാണ് നമ്മൾ കറണ്ടിൻ്റെ യൂണിറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സംഗതികളെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.